ഇന്ന് OTT വന്നൊരു മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തെളിവ് സഹിതം. നിഷാൻ സാഗർ, അബു സലീം, മേജർ രവി തുടങ്ങിയവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് തെളിവ് സഹിതം. ഇത് തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമാകാത്ത സിനിമയാണ് തെളിവ് സഹിതം. ഇന്ന് OTT വന്നൊരു വേറൊരു സിനിമയാണ്, തമിഴ് സിനിമയാണ് ഹാപ്പി ബർത്ത്ഡേ ലൂസി. ഇതൊരു ത്രില്ലർ ഹൊറർ സിനിമയാണ് ഹാപ്പി ബർത്ത്ഡേ ലൂസി. ഇത് നല്ലൊരു എൻ്റർടൈൻ ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു കിടുക്കാച്ചി തമിഴ് ത്രില്ലർ സിനിമയാണ് ലാറ. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി ഒരു ത്രില്ലർ സിനിമയാണ് ലാറ. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു വേറൊരു ഹിന്ദി സിനിമയാണ് ദ ബംഗാൾ ഫയൽസ്. ഹിന്ദി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ് ദ ബംഗാൾ ഫയൽസ്. ഇന്ന് OTT റിലീസായ ഒരു തമിഴ് റൊമാൻറ്റിക് സിനിമയാണ് മിത്രമണ്ഡലി. നല്ലൊരു റൊമാൻസ് ചിത്രമാണ് മിത്രമണ്ഡലി. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ദ്രൻസ് നായകനായി ഇന്ന് OTT വന്ന സിനിമയാണ് പ്രൈവറ്റ് ഒരു ഇന്ദ്രൻസ് സിനിമയാണ്. ഇന്ന് OTT വന്നൊരു ആന്തോളജി സിനിമയാണ് ഷെയ്ഡ് ഓഫ് ലൈഫ്. ഇതൊരു ആന്തോളജി സിനിമയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് OTTയിലേക്ക് വരികയാണ്. 28-ാം തീയതി C5-ലാണ് പെറ്റ് ഡിറ്റക്റ്റീവ് റിലീസാകുന്നത്. ഈ പടം ഒക്ടോബർ 16-ാം തീയതി റിലീസായ പടമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനുമാണ്. പിന്നെ ശ്യാമോഹനും ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു വിജയിച്ചൊരു സിനിമയാണ്, അടിപൊളി സിനിമയാണ്, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു വേറൊരു പടമാണ് ഇൻലൻഡ്. ഇത് തിയേറ്ററിൽ വരാത്തൊരു സിനിമയാണ് ഇൻലൻഡ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇത് ഞാൻ കാണാത്തൊരു സിനിമയാണ്. അടുത്തായി OTT വന്നൊരു സിനിമയാണ് ബൊഗോണിയ. ഇതൊരു ഇംഗ്ലീഷ് പടമാണ്. ഇംഗ്ലീഷ് പടം കാണുന്ന മച്ചന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ബൊഗോണിയ. അടുത്തായി OTT വന്നൊരു ഇംഗ്ലീഷ് സിനിമയാണ് ബ്ലൂ മൂണ്. ഇതും ഇംഗ്ലീഷ് പടം ഇഷ്ടപ്പെടുന്ന മച്ചന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ബ്ലൂ മൂൺ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്ന വേറൊരു ഫിലിപ്പിനോ 18+ പടമാണ് മാഡുലാസ്. ഇതൊരു ഫിലിപ്പിനോ 18+ പടമാണ്. ഇന്ന് OTT വന്ന വേറൊരു ഹിന്ദി ത്രില്ലർ സീരീസ് ആണ് ഡൽഹി ക്രൈം സീസൺ 3. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസായിരിക്കുന്നത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണിത്. ഇന്ന് OTT വന്ന വേറൊരു ഹിന്ദി സിനിമയാണ് ഹോം ബൗണ്ട്. ഹിന്ദി സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. OTT റിലീസായ അടുത്തൊരു പടമാണ് ഇമ്പം. ലാലു അലക്സ്, ദീപക് പർമൂല്, മീര വാസുദേവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ഇമ്പം ഒക്ടോബർ 17, 2023 റിലീസായ ചിത്രം. ഒക്ടോബർ 17-ാം തീയതി OTT റിലീസായിട്ടുണ്ട്. അതായത് 2 വർഷത്തിന് ശേഷമാണ് പടം OTTയിൽ വരുന്ന ഒരു റൊമാൻറ്റിക് ചിത്രമാണ് ഇമ്പം. ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീജിത്താണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. പിന്നെ ഇന്ന് OTT റിലീസായ അടുത്തൊരു ചിത്രമാണ് ബാഡ് ഗേൾ. ഇതൊരു തമിഴ് ചിത്രമാണ്, അഞ്ജലി ശിവരാമൻ്റെ ചിത്രമാണ്. പിന്നെ വെട്രിമാരനാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഒരു തമിഴ് ചിത്രമാണ് ബാഡ് ഗേൾ. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ് ബാഡ് ഗേൾ. ഇപ്പോൾ സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതും എനിക്കൊരു പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് പേടിക്കാൻ ഇഷ്ടമാണോ? പേടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു കിടുക്കാച്ചി സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫോൺ 2 എന്നാണ് പടത്തിൻ്റെ പേര്. ഇതൊരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയാണ്. 154 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 54 മിനിറ്റ്. നെറ്റ്ഫ്ലിക്സിലാണ് പടം റിലീസായിരിക്കുന്നത്. നിങ്ങൾക്ക് പേടിക്കാൻ താല്പര്യമുണ്ടോ? ഈ പടം ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. അടുത്ത OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പടമാണ് വേല. ഒരു ആക്ഷൻ മൂവി പടമാണ്, പോലീസ് സിനിമയാണ്. വേലയിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, സണ്ണി വെയിന്, അതിഥി ബാലൻ എന്നിവരെയാണ്. 2023 നവംബർ 10-ാം തീയതി റിലീസ് ചെയ്ത പടം ഈ 2 വർഷമായിട്ട് റിലീസായിട്ടില്ല OTTയിൽ. ഈ മാസം പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സിനാണ് പടം റിലീസ് ചെയ്യുന്നത്. 148 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പോലീസ് ആക്ഷൻ സിനിമയാണ്.